ശബരിമല സന്നിധാനത്ത് ക്ഷേത്രത്തിന്റെ മുകളിലൂടെ സൈനിക ഹെലികോപ്റ്റർ പറന്ന സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം. സ്പെഷ്യൽ കമ്മീഷണർ ADGP S. ശ്രീജിത്തിനാണ് നിർദ്ദേശം നൽകിയത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ സന്നിധാനത്ത് താഴ്ന്നു പറന്നത്. അതീവ സുരക്ഷാ മേഖലയിലൂടെ ഹെലികോപ്റ്റർ എത്തിയതിനെപ്പറ്റി പമ്പ പോലീസിന് അറിവുണ്ടായിരുന്നില്ല. VS വിഷ്ണു വിവരങ്ങൾ നൽകും. വിഷ്ണു, എപ്പോഴാണ് ഈ സന്നിധാനത്തിന് മുകളിൽ കൂടി ഹെലികോപ്റ്റർ പറന്നത്? അതിലിപ്പോൾ എന്ത് നടപടിയിലേക്കാണ് പോലീസ് കടക്കുന്നത്? ദിവ്യ, വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ സന്നിധാനത്ത് താഴ്ന്ന് പറന്നത്. അതീവ സുരക്ഷാ മേഖലയുടെ ഹെലികോപ്റ്റർ എത്തിയതിനെപ്പറ്റി പമ്പ പോലീസിന് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല. അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണർ ADGP S. ശ്രീജിത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ സമയത്ത് ഇപ്പോൾ വിശദീകരണമായി കോസ്റ്റ് ഗാർഡ് രംഗത്തെത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഓപ്പറേഷന്റെ ഭാഗമായി ഹെലികോപ്റ്റർ സന്നിധാനത്തിന് മുകളിലൂടെ പകർന്നതല്ല, അന്തരീക്ഷം മേഘാവൃതമായപ്പോൾ ദിശ മാറി സഞ്ചരിച്ചതാണ് എന്നുള്ള വിശദീകരണമാണ് കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. റഡാർ സംവിധാനത്തിലല്ല ഹെലികോപ്റ്റർ സഞ്ചരിച്ചത്. പൂർണ്ണമായും ഗ്ലാസ് കൊണ്ട് മറച്ച ഹെലികോപ്റ്റർ മുമ്പിലുള്ള കാഴ്ചകൾ കണ്ട് മാത്രമാണ് സഞ്ചരിക്കുന്നതെന്നുള്ള വിശദീകരണം ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷാ മേഖലയാണ്. വലിയ തരത്തിലുള്ള സുരക്ഷാ സന്നാഹങ്ങളൊക്കെയാണ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ സമയത്ത് ശബരിമലയുടെ മുകളിലൂടെ പ്രത്യേകിച്ച് ശ്രീകോവിലിന്റെ മുകളിലൂടെ തന്നെ ഏറ്റവും താഴ്ന്ന ഹെലികോപ്റ്റർ പറന്നത് വലിയ ആശങ്കയ്ക്കും സംശയത്തിനും ഇടയാക്കി. ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട ശക്തികളാണോ എന്നുള്ള തരത്തിലുള്ള ഭയങ്ങൾ ഈ പറയുന്ന സുരക്ഷാ മേഖലയിലൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ വിശദീകരണമായി കോസ്റ്റ് ഗാർഡ് രംഗത്തെത്തിയോടെയാണ് ആശങ്കയുള്ളത്. ശരി, എന്തായാലും അതീവ സുരക്ഷാ മേഖലയായ ശബരിമല സന്നിധാനത്തിന് മുകളിൽ കൂടി കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറന്നതിലാണ് ഇപ്പോൾ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. VS വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.